ഹായ്, ഞാൻ ഗായത്രി. എൻ്റെ ഹോം ടൗൺ പാലക്കാടാണ്. ഞങ്ങൾ UAE ബേസ്ഡ് ആണ്. ഇതെൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയാണ്. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഷോർട്ട് സർവിക്സ് ആയതുകൊണ്ട് സർക്ലാജ് ചെയ്യാൻ ഡോക്ടേഴ്സ് എല്ലാം അഡ്വൈസ് ചെയ്തിരുന്നു. അതുപോലെ സെക്കൻഡ് പ്രഗ്നൻസിയിലും സർക്ലാജ് ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. അങ്ങനെ വെക്കേഷന് നാട്ടിൽ വന്നപ്പോൾ നാട്ടിൽ നിന്ന് എന്നാൽ പിന്നെ സർക്ലാജ് ചെയ്തിട്ട് തിരിച്ചു പോകാം എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് പാലക്കാട് ഹോസ്പിറ്റലിൽ ഇതുപോലെ സർക്ലാജ് ചെയ്യാൻ വേണ്ടി അഡ്മിറ്റ് ആയതും അങ്ങനെ സർക്ലാജ് ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഫുൾ ഇൻഫെക്ഷനും ബ്ലീഡിങ്ങും ഒക്കെ ആയി, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആയി. അങ്ങനെ എമർജൻസിയിലാണ് ഞാൻ മിതേറ ഹോസ്പിറ്റലിലോട്ട് വരുന്നത്. മിതേറ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് ഹാപ്പിനെസ് തന്നൊരു ഹോസ്പിറ്റലാണ്. എൻ്റെ ബ്രദറിനും ചേച്ചിക്കും അവർക്കൊരു ട്വിൻ ബേബീസ്, മിറാക്കിൾ ബേബീസിനെ കൊടുത്തത് മിതേറ ഹോസ്പിറ്റലാണ്. അതുപോലെ എൻ്റെ അമ്മയുടെ ഹിസ്റ്ററെക്ടമി ഇവിടെ ആയിരുന്നു ചെയ്തിരുന്നത്. ഇവിടെ വന്നപ്പോൾ മുതൽ ഡോക്ടർ രശ്മിയാണ് കൺസൾട്ട് ചെയ്തിരുന്നത്. എൻ്റെ ഫുൾ ടെൻഷൻ ഞാൻ ഡോക്ടർ രശ്മിക്ക് അങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്ന പോലെ ആയിരുന്നു. ഒരു 33 വീക്സ് ആയപ്പം പെട്ടെന്ന് എൻ്റെ വാട്ടർ ബ്രേക്കായി. അപ്പം രാത്രി എൻ്റെ ബ്രദർ എന്നെ ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ചെയ്തു. പിന്നെ ഫൈനലി പറയുകയാണെങ്കിൽ എല്ലാ ഡോക്ടേഴ്സിനെയും ഒരുപാട് എന്താ പറയുക, ഗ്രാറ്റിറ്റ്യൂഡുണ്ട്. താങ്ക്സ് എ ലോട്ട് ഡോക്ടർ ജിം. എൻ്റെ പ്രഗ്നൻസി ജേർണിയിൽ എനിക്ക് ഗെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നപ്പം എല്ലാ രീതിയിലും ഷുഗർ ലെവൽസ് എല്ലാം മോണിറ്റർ ചെയ്ത് നല്ല രീതിയിൽ ഗൈഡ് ചെയ്തു. സ്പെഷ്യൽ താങ്ക്സ് ടു ഡോക്ടർ ലിൻസ് ഫോർ ടേക്കിംഗ് കെയർ ഓഫ് മൈ ബേബി. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, NICUലാണെങ്കിലും അല്ലാതെയും എല്ലാ രീതിയിലും. സോ താങ്ക്സ് എ ലോട്ട് മിതേറ ഫാമിലി.